പ്രിയപ്പെട്ടവരെ, ഇന്നലെ എനിക്ക് നമ്മളെ ഇത് BP നോക്കിയപ്പോൾ 141 കിട്ടിയത്. ഇതിൻ്റെ മുമ്പ് കണ്ണിൻ്റെ ഓപ്പറേഷന് തിയേറ്ററിൽ കയറ്റാൻ പോയപ്പോഴും എനിക്ക് ഇതേ ഒരു BP കൂടിയിരുന്നു. പൊതുവേ BP ഇല്ലാത്തൊരാളാണ് ഞാൻ. BP വളരെ നോർമലായിട്ട്. എത്രയുണ്ട് സുമിയെ? BP എത്രയുണ്ട് നോക്കി പറ. എൻ്റെ BP ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് എത്ര BP? എൻ്റെ BP എത്ര കിട്ടിയത് പറ. എത്ര? 100/60 ആണ് കിട്ടിയത്. ഈ 100/60 ഉള്ള എനിക്ക് എപ്പം നോക്കിയാലും എനിക്ക് ലോ BP ഉണ്ടാവുക. ഒരു സ്ട്രെസ് ഉണ്ടായ സമയത്ത് ഇത് 141/86 ആണ് കിട്ടിയത്. 141/86 ആണ് കിട്ടിയത്. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷന് തിയേറ്ററിൽ കയറ്റപ്പോഴും എനിക്കത് വന്നു എന്നുള്ളത്. ഇതിന് പറയുന്നത് വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷൻ എന്നാണ്. ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിന് പോലും എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അപകടമാവുമല്ലോ എന്ന്. ആ ഒരു ടിപ്പിക്കൽ ടൈമിൽ മാത്രമായിട്ട് ഇത് കൂടിയതാണ്. ഇന്നിപ്പോൾ 2 പ്രാവശ്യം ഞാൻ നോക്കുമ്പോഴും എൻ്റെ BP 100/60 ആണ്. ലോ BP ആണ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ BP ഹൈ പുഷ് ചെയ്യും. ഇന്നിപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വാർത്തകളും മറ്റൊക്കെ കണ്ട് അനാവശ്യമായി സ്ട്രെസ് എടുക്കുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, സ്ട്രെസ്സ് ഈസ് ഈക്വൽ ടു നിങ്ങളെ BP ഇമ്മീഡിയറ്റ് ആയിട്ട് കൂട്ടുന്നുള്ളതാണ്. ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം വെച്ചിട്ട് പറയാൻ കാരണം അതാണ്. ഞാൻ BP ഇല്ലാത്ത രോഗിയാണ്. BP എനിക്കില്ല. ഇല്ല എന്ന് മാത്രമല്ല, ലോ BP ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടാൻ കാരണം ആ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായ സ്ട്രെസ്സാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ പോയപ്പോഴും അതിൻ്റെ സ്ട്രെസ്സാണ്. ഇതുപോലെ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളത്. അത് പ്രത്യേകിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. മാനേജ് ചെയ്യുക സ്ട്രെസ്സിനെ. അല്ലെങ്കിൽ BP കൂടി നമ്മൾ BP രോഗികളായിട്ട് മാറും ഒക്കെ.